ഹായ്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് നോബിൾ ബാബു തോമസിന്റെ രചനയിൽ പുറത്തിറങ്ങിയ മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമായ കരം എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ സിനിമയിൽ നോബിൾ ബാബു തോമസ്, ഇവാൻ വുക്കോമോനോവിച്ച്, ഓൺട്രി മിറിയം ഹെറസ്റ്റ്, പിന്നെ രേഷ്മ സെബാസ്റ്റ്യൻ, മനോജ് കെ ജയൻ, കലാഭവൻ ഷാജോൺ, ബാബുരാജ്, പിന്നെ ചെറിയൊരു റോളിലായിട്ട് നമ്മുടെ ജോണി ആന്റണിയും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇനി ഈ സിനിമയെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ മറ്റു കഥാപാത്രങ്ങളോടൊക്കെ പേര് നേരത്തെ പറഞ്ഞ പോലത്തെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് പറയാൻ വേണ്ടിയിട്ട്. എന്നാലും കുഴപ്പമില്ല. ഈ സിനിമ നമുക്ക് നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ തിര എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സിനിമയുടെ വേറൊരു വേർഷനാണ് ഈ കരം എന്ന് പറയുന്ന ഈ ഒരു സിനിമ. പിന്നെ ഈ സിനിമയുടെ വിഷ്വൽസ് ആണെങ്കിലും അതേപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും പിന്നെ അതിന്റെ ഒരു ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് തന്നെയാണ് സിനിമ എടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് ത്രില്ലർ മൂവി തന്നെ ആയിട്ടാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ. നമ്മുടെ വിനീത് ശ്രീനിവാസൻ അത്യാവശ്യം കുറച്ചൊന്ന് മെനക്കെട്ടിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. അതിന്റെ ഒരു ഡെപ്ത് ഈ സിനിമയ്ക്ക് ഉണ്ട്. കാരണം നമുക്ക് ബോറടി ഒന്നുമില്ല. എന്താണ് നെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് അറിയാം. പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് ത്രില്ലിംഗ് ആയിട്ട് കണ്ടിരുന്ന ഒരു സിനിമയാണ് ഈ കരം എന്ന് പറയുന്ന ഈ ഒരു സിനിമ. പിന്നെ ഇതിലെ ആ ഒരു നായക കഥാപാത്രം ഒന്നുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് ചെറുതായിട്ട് തോന്നിയായിരുന്നു. കാരണം അവന്റെ മുഖത്തുള്ള ഭാവങ്ങൾ കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് ആ ഒരു ടെൻഷൻ വരുമ്പോൾ ഉള്ളത് അല്ലെങ്കിൽ ഒരു ഫൈറ്റ് വരുമ്പോൾ ഉള്ളൊരു അതൊക്കെ ഒന്നുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യാമായിരുന്നു. പിന്നെ നമ്മുടെ മനോജ് ഗജനാണെങ്കിലും കുറച്ച് റോള് കൊടുത്തിട്ടുള്ളൂ. അതേപോലെ നമ്മുടെ വേറൊരു കഥാപാത്രം കൂടെ ഉണ്ട്. നമ്മുടെ എന്താണ് അവളെ പേരും കിട്ടുന്നില്ല. എന്തായാലും എനിക്ക് അതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഞാൻ എന്തായാലും ഷുവറായിട്ടും ശ്വേതാ മേനോൻ ശ്വേതാ മേനോനും ചെറിയൊരു റോള് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കാര്യമൊന്നുമില്ല, ചെറിയൊരു ഗസ്റ്റ് റോളാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ രസമായിട്ട് സിനിമ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എന്റർടൈൻമെന്റ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിന്റെ കഥ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയാണ്. അതായത് ഇതിലെ നായക കഥാപാത്രമായിട്ടുള്ള നമ്മുടെ നോബിള് ഒരു മിലിറ്ററിക്കാരനായിരുന്നു. അങ്ങനെ മിലിറ്ററിയിൽ ഒരു സംഭവത്തിന്റെ ഇടയിൽ ആളെ പുറത്താക്കിയാണ് മിലിറ്ററിയിൽ നിന്നും. അപ്പോൾ ആൾക്ക് നാട്ടിലൊരു പ്രണയമുണ്ട്. അങ്ങനെ തിരിച്ച് നാട്ടിലോട്ട് വരുന്നു. നാട്ടിലോട്ട് വന്നിട്ട് ആ ഒരു പ്രണയമായിട്ടൊക്കെ പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നു. ആ ആക്സിഡന്റിൽ ഇവന്റെ ആ ഒരു പ്രണയിനി ഒരു കോമ പോലത്തുള്ള ഒരു അവസ്ഥയിലോട്ട് പോവുകയാണ്. അതിനുശേഷം പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇവൻ കല്യാണം കഴിച്ച് പുറത്താണ്. അങ്ങനെ ഇവൻ കല്യാണം കഴിച്ചൊരു ഫാമിലിയായി ഒരു കൊച്ചൊക്കെ ആയിട്ട് പുറത്ത് എന്താ പറയാ രസകരമായിട്ട് ജീവിക്കുന്ന സമയത്ത് ഇവര് മുന്നേ ഒരു അറ്റാക്കിന് പോയിട്ട്, അതായത് മിലിറ്ററി ഉള്ള സമയത്ത് ഒരു അറ്റാക്കിന് പോയ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നത്തിനെ കുറിച്ച് വീണ്ടും അറിയാണ്. അങ്ങനെ അവൻ ആ ഒരു പ്രശ്നവുമായിട്ട് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് വീണ്ടും അതായത് ഇവന്റെ മുന്നത്തെ കാമുകിയെ ഒരു വേശ്യാലയത്തിൽ വെച്ച് കാണുന്നു. അങ്ങനെ ആ വേശ്യാലയത്തിൽ വെച്ച് കണ്ടതിന് ശേഷം ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളാണ് ഈ സിനിമയുടെ മുന്നോട്ടുള്ള ഒരു കഥ എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ വെച്ച് കണ്ടതിന് ശേഷം ഇവനക്ക് അവളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷിക്കണം എന്നുള്ളതായിരുന്നു. പിന്നീടും വീണ്ടും അവിടെ പോകുന്നു. അവിടെ പോയിട്ട് ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആ ഫൈറ്റ് ഉണ്ടാവുമ്പോൾ ആ ഫൈറ്റിന്റെ ഇടയിൽ വെച്ചിട്ട് അതിലൊരു വില്ല കഥാപാത്രം മരണപ്പെടുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ബാബുരാജിന്റെ ക്യാരക്ടർ കണ്ടുമുട്ടുന്നത്. അങ്ങനെ ആ ഒരു സംഭവം ആ ഒരു ഇമോഷണൽ ഒരു ചെറിയൊരു എഫക്റ്റും കാര്യങ്ങളൊക്കെ സിനിമയിൽ വരുന്നുണ്ട്. പക്ഷെ നല്ല രസമായിട്ട് അത്രയും സീനുകൾ, അതായത് ഒരു ഹോളിവുഡും ബോളിവുഡും മിക്സഡ് ആയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയേണ്ടി വരും. കാരണം അതിന്റെ വിഷ്വൽസും പിന്നെ അതിന്റെ ആ എടുത്തിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നല്ല രസമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറെ സംഭവങ്ങൾ ചെയ്യുന്നു. ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. അങ്ങനെ അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു. പക്ഷെ ഇവളെ ഈ കൊണ്ടുപോയിട്ടുള്ള ഗ്യാങ് എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് ആ ഒരു സ്ഥലത്തെ വലിയൊരു ഗ്യാങ് ആണ്. ഇവളുടെ ഈ അതായത് ഒരു വേശ്യാലയം പോലെയുള്ള സംഭവങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ള ഒരു ഗ്യാങ്. അങ്ങനെ അവരുമായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നീട് വരുന്നത്. പിന്നെ ആ ഒരു ഫൈറ്റിന് ശേഷം ഇവളെയും പിന്നെ അവളെ കൂടെ തന്നെ വേറൊരു കൊച്ചിനെയും ആദ്യം രക്ഷിക്കുന്നുണ്ട്. ആ രക്ഷിക്കുന്ന സമയത്ത് ഒരുപാട് സീക്വൻസുകളൊക്കെ വരുന്നുണ്ട്. അതിലിടക്ക് ബാബുരാജിന്റെ കുറച്ച് കോമഡി ഐറ്റംസും, ബാബുരാജ് പറ്റുന്ന രീതിയിലൊക്കെ അത്യാവശ്യം നല്ല കോമഡി ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനോജ് കെ ജയൻ ആണെങ്കിൽ പോലും അങ്ങനെയൊക്കെ മനോജ് കെ ജയൻ നമ്മുടെ നായക കഥാപാത്രത്തിന്റെ അച്ഛനാണ്. അപ്പോ അച്ഛന്റെ റോള് കുറച്ചൊന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ഡെപ്തായിട്ട് കുറച്ചുള്ള റോള്, പക്ഷെ അത് കുറച്ചുകൂടി ഒന്ന് ഡെപ്തായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മനോജ് കെ ജയൻ ആണെങ്കിൽ പോലും. പിന്നെ ഈ ഒരു ഫൈറ്റിനൊക്കെ ശേഷം ഇവളെ രക്ഷിക്കുന്നു. ഇവളെ കൂടെ തന്നെ ഈ ഒരു പെൺകൊച്ചിനെ രക്ഷിക്കുന്നു. പിന്നെ അതിലുണ്ടായിരുന്ന മറ്റുള്ളവരൊക്കെ രക്ഷിച്ച് ഈ ഒരു സിനിമയ്ക്കൊരു
എൻഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ ഇത്രേ ഉള്ളൂ ഇതിന്റെ ഒരു കഥ എന്ന് പറയുന്നത്. പക്ഷെ അത് എടുത്തിട്ടുള്ള ആ വിഷ്വൽസും അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കുറച്ച് ഫൈറ്റ് സീനുകളും എല്ലാം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എന്റർടൈൻമെന്റ് മൂവി ആയിട്ടാണ് കരം എന്ന് പറയുന്ന സിനിമ എനിക്ക് കണ്ടപ്പോൾ പേഴ്സണലി തോന്നിയത്. പിന്നെ നമ്മുടെ വിനീത് ശ്രീനിവാസനായ കാരണം കൊണ്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ ഇടയ്ക്ക് വരുന്ന ചെറിയ പാട്ടുകളൊക്കെ നല്ല രസമുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. ഈ പടം എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട് എന്നുള്ള അറിയത്തില്ല. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം ഒരു എന്റർടൈൻമെന്റ് മൂവി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് കരം എന്ന് പറയുന്ന ഈ ഒരു സിനിമ. കാണാത്തവരെന്തായാലും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. കണ്ടവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോ വന്നതിന് ശേഷം അഭിപ്രായം അറിയിച്ചോളൂ. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഇപ്പൊ ഓക്കെ, ബൈ.